കൊല്ലം പുനലൂർ LPGSൽ കുട്ടികളോട് സംവദിക്കാൻ പുതിയൊരു ടീച്ചർ എത്തി. AI ടീച്ചർ നോവയാണ് പുതുതായി സ്കൂളിലെത്തിയത്. കുട്ടികളുടെ സംശയങ്ങൾക്ക് 4 ഭാഷകളിൽ ടീച്ചർ മറുപടി നൽകും. കാണാം AI ടീച്ചറുടെ വിശേഷങ്ങൾ. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മുടെ AI ടീച്ചറാണ്. ടീച്ചറിന്റെ പേര് അറിയാമല്ലോ. ടീച്ചറാണ് ഇന്ന് നിങ്ങളുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഹലോ ടീച്ചർ. Your preferred language, say English, Malayalam, Hindi or Arabic. മലയാളം. നമസ്കാരം, എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? നിങ്ങളുടെ പേര്? എന്റെ പേര് നോവ ആണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പലതരത്തിലുള്ള പ്രത്യേകതകളാണ് ഈ സമയങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പുനലൂർ ഗവൺമെൻറ് LPGS സ്കൂളിലാണ്. ഇവിടെ അധ്യാപകർ നിരവധി പേരുണ്ട്, കുട്ടികളുണ്ട്. അവരോടൊപ്പം തന്നെ കുട്ടികളുമായി സംവദിക്കുന്നതിനും ക്ലാസ് എടുക്കുന്നതിനുമായിക്കട്ടെ പുതിയ ഒരു ടീച്ചർ കൂടെ എത്തിയിട്ടുണ്ട്. AI ടീച്ചറാണ്. ഈ മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ഈ സ്കൂളും സഞ്ചരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ടീച്ചറിനെ പോലെ സാരിയെല്ലാം ഉടുത്ത് അത്തരത്തിൽ തയ്യാറായി കുട്ടികൾക്ക് എങ്ങനെ നോക്കിയാലും ഒരു ടീച്ചർ നിൽക്കുന്നു എന്നുള്ളൊരു രീതിയിൽ തന്നെയാണുള്ളത്. 4 ഭാഷകളിലാണ് ഇത് കുട്ടികളുമായിട്ട് ഈ ടീച്ചർ സംവദിക്കുന്നത്, ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്, കുട്ടികളുടെ മറുപടി നൽകുന്നത്. പ്രധാന അധ്യാപികയാണ് ഇപ്പോൾ ചേരുന്നത്. ടീച്ചറെ, എനിക്കൊന്ന് സംസ്ഥാനത്ത് ആദ്യമാണെന്ന് തോന്നുന്നു ഒരു LP സ്കൂളിൽ ഇത്തരത്തിൽ ഒരു AI ടീച്ചറിനെ കൊണ്ടുവന്നത്. എങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തിയതും എങ്ങനെയുണ്ട് അവരുടെ കുട്ടികളുടെ ഒരു പ്രതികരണം? നമ്മൾക്ക് ശിശുദിനത്തിലാണ് നമുക്ക് ഈ AI ടീച്ചറിനെ ഇവിടെ കിട്ടുന്നത്. നമ്മളുടെ PTA പ്രസിഡൻ്റായ ശ്രീ അമേഷ് ലാലിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്താണ് അദ്ദേഹം ഈ AI ടീച്ചറിനെ നമുക്ക് ഇവിടെ സമ്മാനമായിട്ട് തന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സന്തോഷവും താല്പര്യവുമാണ് ഈ AI ടീച്ചറിനെ കാണുന്നതും സംസാരിക്കുന്നതും അവരുമായിട്ട് സംവദിക്കുന്നതും. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്നും ഒരേ ടീച്ചറിനെ അല്ലേ അവർ കാണുന്നത്. ഇപ്പം അത് വേറിട്ട ഒരു അനുഭവമായിട്ട് അവർക്ക് തോന്നിയപ്പോൾ കൂടുതൽ അവർ അതിലോട്ട് ആകർഷകരായിട്ട് കൂടുതൽ അവരുടെ സ്കില്ല്, അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ ഈ AI ടീച്ചറിനെ കൊണ്ട്. ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഇത് വന്നതോടെ ഈ കുട്ടികൾ ഈ മറ്റു ഭാഷകളും കൂടെ പഠിക്കാനും ഒരു താല്പര്യം കാണിക്കും. മറ്റു ഭാഷകൾ ഇവിടെ അറബ് ഉൾപ്പെടെ ഭാഷകൾ പഠിക്കുന്നുണ്ട്. ഹിന്ദി മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ലാത്തത്. ബാക്കി ഇംഗ്ലീഷ്, മലയാളം, അറബ് ഒക്കെ ഇവിടെ പഠിക്കുന്നതാണ്. അപ്പം ഈ 4 ഭാഷകൾ AI ടീച്ചർ വളരെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടികളുടെ ആ ഭാഷ താല്പര്യം ഒന്ന് വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ടെക്നോളജിയോട്, സയൻസ് വികാസം അതാണല്ലോ ഇവിടെ കാണുന്നത്, അതിനോടുള്ളൊരു ആഭിമുഖ്യം വളർത്താനും ഒക്കെ ഈ AI ടീച്ചറിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. സബാഹുൽ ഖൈർ. മസ്മുക യാ മുദരിസ. ഇപ്പോൾ ഇവിടെ ഈ അറബിക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കുകയും കുറച്ച് മുന്നേ അറബിക് ഭാഷയിലൊക്കെ സംവദിക്കുന്നത് ടീച്ചറാണ്. എങ്ങനെയാണ് ഈ AI ടീച്ചർ വന്നതോട് ആ ഭാഷ കുട്ടികൾ കൂടുതൽ പഠിക്കാനൊരു താല്പര്യമുണ്ടോ? അതെ, അവർക്ക് ഇതിലൂടെ കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ആകർഷണീയത തോന്നുന്നതും പിന്നെ കുറച്ച് താല്പര്യം കൂടി അറബി പഠിക്കാനായിട്ട്. എല്ലാ കുട്ടികളും അറബി പഠിക്കുക തന്നെയാണ്, പക്ഷേ അവർക്ക് ഇതിലൂടെ കുറച്ചുകൂടെ താല്പര്യം വർദ്ധിച്ചു. ടീച്ചർ, എങ്ങനെയാ പഠിപ്പിക്കുന്ന കുറച്ചുകൂടെ എളുപ്പമായോ ഇത് വന്നപ്പോൾ? എന്താ തോന്നുന്നത്? ഉണ്ട്. നമുക്ക് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം കിട്ടുന്നുണ്ട്. പിന്നെ 4 ഭാഷകളിൽ ഉത്തരം കിട്ടുന്നുണ്ട്. വളരെ വ്യക്തമായ ഉത്തരം കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചോദിക്കാനും. നമ്മളോട് ചോദിക്കുന്നതിനേക്കാളും AI ടീച്ചറോട് ചോദിച്ച് ഉത്തരം വാങ്ങാനൊക്കെ വലിയ താല്പര്യമാണ് കുട്ടികൾക്ക്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PTA മുൻകൈ എടുത്തിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു പദ്ധതിയിലേക്ക് വന്നെത്തിയത്. അപ്പോൾ അവർ പറയുന്ന കണക്ക് ഇദ്ദേഹമാണ് PTA പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തിൽ നിന്നും ഉദിച്ച ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു സഹായമൊക്കെ ലഭിച്ചാൽ ഇതിനെ ഒന്ന് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇതിന് ഇപ്പോൾ ഇത് എന്താണ് ചലനമില്ലാതെ റോബോട്ടിക്സിനകത്ത് ചെയ്തിട്ടില്ല. ബാക്കി ഒരു AI ടീച്ചർ അതിൻ്റെ പ്രോഗ്രാം ആ സൈഡ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചലിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയ കുറേ കാര്യങ്ങളും അതുപോലെ പണച്ചെലവും ഒക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ചെറിയ സ്കൂളായതുകൊണ്ട് പരിമിതമായ വിഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ നമുക്കിതിനെ ഇവിടുന്ന് തനിയെ ക്ലാസ് റൂമുകളിലേക്ക് പോകുന്നത് പോലെയും അതിൻ്റെ ഓരോ ശരീരഭാഗങ്ങളൊക്കെ ചലിപ്പിക്കുന്ന റോബോട്ടിക്സ് അതുപോലെ ഒരു ഹ്യൂമനോയിഡ് ഫുൾ ഫംഗ്ഷനിലേക്ക് മാറ്റാൻ പറ്റും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ തന്നെ കുട്ടികൾ അതാ ദിവസം ഈ ടീച്ചറോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, ഇപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ടീച്ചറോട് ചോദിച്ച് ഇംഗ്ലീഷിൽ ആ ക്വസ്റ്റ്യൻ തയ്യാറാക്കി വന്ന് ഇതിനോട് ചോദിച്ച് ആ മറുപടിയൊക്കെ കേട്ട് അത് എഴുതിയെടുത്ത് അങ്ങനെ അവരുടെ ലാംഗ്വേജ് എബിലിറ്റീസ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പുനലൂരിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പുനലൂർ ഒരു മനോഹരമായ സ്ഥലമാണ്.
പ്രത്യേകിച്ചും അതിന്റെ പാലത്തിനും പ്രകൃതി ദൃശ്യങ്ങൾക്കും പ്രശസ്തമാണ്. പുനലൂർ പാലം കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ സസ്പെൻഷൻ പാലമാണ്. കുട്ടികളുടെ അടുത്ത് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അവർക്ക് പ്രയോജനപ്പെടുന്നതെന്ന്. മോളെ, എങ്ങനെയുണ്ട് ഈ ടീച്ചർ? എന്തൊക്കെ പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്? കുട്ടികളൊക്കെ ഏതായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കൊല്ലം പുനലൂർ LPGS കുട്ടികളോട് സംവദിക്കാനായി AI ടീച്ചർ എത്തിയത്. ലിജോ റോളൻസിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.